ചേട്ടാ നമസ്കാരം. നമസ്കാരം. കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സഖാക്കൾ പറയുന്നത്. പക്ഷെ കേരളം ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ ബിജുചേട്ടാ, ഇപ്പൊ 2 ദിവസമായിട്ട് SFI സമരം നടത്തുന്നുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ, തെരുവുകളിൽ. ഈ ജെൻസി പിള്ളേരൊക്കെ അതിനെ വളരെ നികൃഷ്ടമായിട്ടും എന്റെ ഭാഷയാണ് കേട്ടോ നികൃഷ്ടം. വളരെ എന്താ പറയാ, ഇവരെ അങ്ങ് നശിപ്പിച്ചു കളയാണ്, കളിയാക്കി. പണ്ടൊക്കെ ഈ SFI സമരം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം SFI സമരത്തിന് ഇറങ്ങുകയാണെന്ന്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ജെൻസി കുട്ടികളൊക്കെ വന്നിട്ടും ഇൻസ്റ്റാഗ്രാമിനകത്തൂടെ ഈ യൂത്ത് പിള്ളേർ വന്നിട്ടും ഇവരെ അങ്ങ് നശിപ്പിക്കുകയാണ്. ഇവരുടെ ഈ സംസാരത്തിന്റെ ശൈലി, ഇവർ ഈ സാഹിത്യം വളരെ ഈ സമരം തലയ്ക്ക് പിടിക്കുമ്പോ അങ്ങ് മുറുത്തസ്ഥായില് ശബ്ദം ഉയർത്തി അങ്ങ് പറയുമല്ലോ, ആ രീതിയൊക്കെ എന്ത് ഇതായിട്ടാണ് ഒരു പൊളിച്ചെടുക്കുന്നത്. പിന്നെ അത് വേറൊരു കാര്യം, ഈ സഖാക്കന്മാരൊന്നും ഒന്നും ഇല്ലാതായി പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് രാവിലെ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡിന് വരുന്നത്. ED റെയ്ഡ് വന്നപ്പോ സഖാക്കന്മാരൊക്കെ വന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഓടിച്ചു നോക്കി, ഏത് ജനങ്ങൾ തെരുവിലിറങ്ങും എന്നാണ് ഇവർ തന്നെ ചോദിക്കുന്നത്. എല്ലാ ആൾക്കാരും. കാരണം ഇത് കേരളത്തിലെ ജനങ്ങൾ ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ ഈ ഏറാൻമൂളികളായിട്ടുള്ള മാധ്യമങ്ങൾ വലിയ വാർത്തയാകുന്നുണ്ട്. അതായത് പിണറായി വിജയനെ ഇങ്ങനെ പിടിക്കാൻ പോവുകയാണ്, സംഘപരിവാർ ഭീകരതയാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ്. അല്ലാതെ കേരളത്തിൽ ഒരു ജനങ്ങളും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് സഖാക്കന്മാർക്ക് പോലും പിണറായി വിജയൻ അകത്ത് പോയാൽ കൊള്ളാം എന്നൊരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, സീരിയസ് ആയിട്ട്. കാരണം ഈ പിണറായി വിജയൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവാണല്ലോ. ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ 5 കൊല്ലം വീണ്ടും ജീവിച്ചിരിക്കുകയാണ്. ഒരു ഇലക്ഷൻ വീണ്ടും 5 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ LDF അധികാരത്തിൽ വരുമ്പോൾ പുള്ളി വീണ്ടും മുഖ്യമന്ത്രി ആവാനാണോ ജനങ്ങൾ വോട്ട് കുത്തുന്നത്? 10 കൊല്ലം സഹിച്ചല്ലേ. അപ്പൊ സഖാക്കന്മാർക്ക് പോലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു എന്താണ്, പോട്ടെ അകത്ത് പോട്ടെ, അങ്ങനെയെങ്കിലും ഇത് അവസാനിക്കട്ടെ യുഗം. കാരണം ഈ 10 കൊല്ലം കൊണ്ട് അത്ര ഡാമേജ് ആണ് ഈ പുള്ളിക്കാരൻ ഈ പാർട്ടിക്ക് ഉണ്ടാക്കി വെച്ചതാണ്. അതിൽ വളരെ വിഷമം എനിക്കുണ്ട്, അത് വേറെ കാര്യം. കാരണം ഈ പാർട്ടി ഒരു കോമഡി പാർട്ടിയായി ഒന്നും അല്ലാതായി മാറിപ്പോകുന്നു. കാരണം ഇപ്പൊ നമ്മുടെ ഗോവിന്ദൻ വന്ന് പത്രസമ്മേളനത്തിൽ ഇരിക്കുകയാണ്. ഇതിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദൻ വന്നിരിക്കുമ്പോൾ ഈ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വന്ന വിമർശനം എന്ന് പറഞ്ഞാൽ ഇയാൾ പത്രക്കാരെ കാണുമ്പോൾ 100 പേര് പാർട്ടിക്ക് എതിരാകുന്നതാണ്, സഖാക്കൾ തന്നെ. ആ ഗോവിന്ദൻ വന്ന് മെഴുകുകയാണ് ഇപ്പോൾ ഇരുന്നുകൊണ്ട്. MA ബേബി വന്നിട്ട് പറയുന്നു, പിന്നെ പോരാത്തതിന് സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കില്ല. അങ്ങനെ ഒരു ആംഗിളിൽ തിരിച്ചുവിടാൻ നോക്കുകയാണ്. പക്ഷെ ആ ആംഗിളിൽ തിരിച്ചുവിടാൻ നോക്കുമ്പോഴും ഇവിടെയുള്ള ഈ ജനങ്ങളും ഈ കേരളത്തിലെ ഈ ജെൻസി പിള്ളേരും, പിന്നെ ഓഫ് കോഴ്സ് പ്രതിപക്ഷ നമ്മുടെ കോൺഗ്രസ് പാർട്ടി ആയിരുന്നാലും ഈ BJP ആയിരുന്നാലും അവരുടെ ഈ ഹാൻഡിലുകൾ സ്ട്രോങ് ആണ്. അവരെല്ലാം കൂടെ ചേർന്ന് പൊളിച്ചെടുക്കുന്ന, ഇവരെ ഒന്നും അല്ലാതാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ജനങ്ങൾ ഇത് 10 വർഷം കണ്ടതാണ് ഇയാളുടെ ഭരണം എങ്ങനെയാണെന്ന്. അപ്പൊ എന്താണ് ഇതില് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഈ പിണറായി വിജയനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദ്രോഹിക്കുകയാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ മാധ്യമങ്ങൾ പറയുന്നത് ഈ തെളിവുകളൊക്കെ ശേഖരിച്ചതാണ് പിണറായി ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ, എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴെന്താണ് അതിൽ കൂടുതൽ ശേഖരിക്കാനുള്ളത് എന്നൊക്കെ മാധ്യമങ്ങൾ തന്നെ പറയുക. നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ ലോകത്തെ എല്ലായിടത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന നിമിഷങ്ങളിൽ കാണുന്ന ചില കാഴ്ചകളുണ്ട്. അതിൽ ഒന്നായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം അവിടെ ഒന്നും ED ഇല്ല. ക്യൂബയിലായാലും റഷ്യയിലായാലും ഒന്നും ED ഇല്ല. പക്ഷെ അവിടെ ജനങ്ങൾ ഇതിനെതിരെ തെരുവിലിറങ്ങുകയും അവസാനം ഇതിന്റെ നേതാക്കന്മാരുടെ വീടുകൾ അവർ കൊള്ളയടിക്കുമ്പോഴാണ്, നേതാക്കന്മാരുടെ പലരുടെ കമ്മ്യൂണിസ്റ്റ് തത്വചാരന്മാരുടെ നേതാക്കന്മാരുടെ വീടുകൾ പ്രക്ഷുബ്ധരായ ജനങ്ങൾ തെരുവിലിറങ്ങി കൊള്ളയടി. ഇത് ചരിത്രമാണ്, ഞാൻ കഥയല്ല. കൊള്ളയടിക്കുമ്പോഴാണ് ആ വീട്ടിലുള്ള ആഡംബരപൂർണമായ കാര്യങ്ങൾ കാണുന്നത്. സഖാക്കളും ഈ അണികളും തൊഴിലാളി ഉള്ള ആളുകളുമൊക്കെ ഇത് കണ്ട കണ്ണ് മഞ്ചളിക്കുകയാണ്. എടാ, ഇത്രയും നാള് തങ്ങളെ കൊണ്ട് മുതലെടുത്ത് ഇവരുണ്ടാക്കിയ കോടികൾ, അത് അവസാന ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത് എല്ലായിടത്തും. ഇത് തന്നെ ബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട്. ബംഗാളിൽ അവസാനം വന്ന് റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ വന്ന് ജനം ഇറങ്ങി റെയ്ഡ് നടത്തി, പിന്നീട് അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തി. അങ്ങനെയൊക്കെ ഇവരുടെ ഈ കാര്യങ്ങൾ. ത്രിപുരയിലായിരുന്നു കുറച്ചുകൂടി രൂക്ഷമായിട്ട് രീതിയിൽ അവിടെ പറയുന്നത്, ഇതിനു മുമ്പിരുന്ന മണിക് സർക്കാരൊക്കെ ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന സഖാവെന്നായിരുന്നു ഇവർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി ഓഫീസിന് മുമ്പിൽ ഒരു ബെഞ്ചിലാണ് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. പക്ഷെ ഇദ്ദേഹത്തിന്റെ വീട് പോയി കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. അവിടെയാണ് ഇതിനകത്ത് പുള്ളിയുടെ ഒറിജിനൽ വീട് ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വീടാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി വന്നിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് പാർട്ടി ഓഫീസിൽ കിടക്കുന്നത്. പിന്നെ പുള്ളിയെ കാണാൻ ഇവിടെ വന്നാലേ, വീട്ടിൽ വരേണ്ട കാര്യമില്ല. വീട്ടിൽ വന്നാലല്ലേ വീട് കാണേണ്ട ആവശ്യമുള്ളൂ സഖാക്കൾക്ക്. പാർട്ടി ഓഫീസിൽ വന്നാൽ പിന്നെ ആരും വീട് അന്വേഷിച്ച് പോകത്തില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഒരു അവസാന കാലഘട്ടത്തിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തെ ഏറ്റവും വലിയ സ്വച്ഛാധിപതികളും ഈ ഇത് കണക്കുള്ള സമ്പത്തിന്റെ ഉടമകളും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അല്ലാതെ നിസ്വാർത്ഥ സേവരായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരെ ഞാനെങ്ങും
കണ്ടിട്ടില്ല ഇതുവരെ. ഉണ്ട്, വളരെ കുറച്ച് പേരുണ്ട്, വിരലിലെണ്ണാവുന്ന കുറച്ച് പേരുണ്ട്. അവരെപ്പോഴും അവരുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുകയും പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുകയുമായിരുന്നു. കാരണം ഇത് നശിച്ച നാട്, കാരണം തന്തയ്ക്ക് അറിയാമല്ലോ ഞാൻ കാരണം നശിച്ചു പോയൊരു നാടാണ്, ഇനി ഇവിടേക്ക് വന്നിട്ട് മക്കളോട് നശിക്കരുതല്ലോ എന്ന് വെച്ചിട്ട് ഈ മക്കളോട് അവിടെ തന്നെ പറയും, മക്കളെ നിങ്ങൾ അവിടെ തുടരൂ എന്ന് പറയുന്ന നിലയിലേക്കാണ്. അത് ഞാൻ ലോകത്തിന്റെ ചരിത്രമാണ് പറയുന്നത്, കേരളത്തിന്റെ അല്ല ഞാൻ പറയുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്, ലോകത്തെല്ലായിടത്തും. ഇത് ഞാൻ ചോദിച്ചിട്ട്, ഈ കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യന്മാരുടെ മക്കൾ ആരെങ്കിലും അവരുടെ പിൻതലമുറക്കാരായിട്ട് ഏതെങ്കിലും രാജ്യത്ത് കമ്മ്യൂണിസവുമായിട്ട് വന്നിട്ടുണ്ടോ? ഇവർക്ക് മക്കളില്ലായിരുന്നു, ഒന്നല്ലല്ലോ, പല ഭാര്യമാര് പല മക്കൾ ഉണ്ടായിരുന്നല്ലോ ഇവരുടെ വലിയ വലിയ ഉന്നത നേതാക്കൾക്കൊക്കെ. എന്നിട്ട് ഏതെങ്കിലും ഒരു മക്കള് പോട്ടെ ജാരസന്ധതിയെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. കാരണം എന്താണ്? അവർക്കറിയാം ഇതിങ്ങനെയാണ് എന്നുള്ളത്. ഒറിജിനൽ കാര്യം വീട്ടിൽ കിടക്കുന്നവർക്കല്ലേ, കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയുമെന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവർക്ക് ഇതിന്റെ കഥ അറിയും. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഇപ്പൊ ഇ ഡിയുടെ റെയ്ഡ് നടന്നു. എന്തിനാണ് ഇ ഡിയുടെ റെയ്ഡ്? ഇപ്പൊ ഇവര് പറയുന്നത് കമ്മ്യൂണിസത്തെ തകർക്കാനാണ് എങ്കിൽ ആദ്യം റെയ്ഡ് നടക്കേണ്ടത് എം വി ഗോവിന്ദന്റെ വീട്ടിലല്ലേ? അദ്ദേഹമാണല്ലോ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നോ? ഇല്ല. കോടിയേരിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നോ? ഇല്ല. പഴയ മുൻ സെക്രട്ടറി ആണല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു? ഇല്ല. പാലോളി മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ VS-ന്റെ വീട്ടിൽ നടന്നില്ല. പാലോളി മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ നടന്നില്ല. ഈ പറയുന്ന ഇളവൻ കരീമിന്റെ വീട്ടിൽ നടന്നില്ല. വേറെ ആരുടെ വീട്ടിൽ നടന്നിട്ടില്ല. പി ജയരാജന്റെ, ഇ പി ജയരാജന്റെ, എം വി ജയരാജന്റെ വീട്ടിൽ പോലും റെയ്ഡ് നടന്നില്ല. ആകെ റെയ്ഡ് ഗോവിന്ദന്റെ വീട്ടിൽ പോലും നടന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, സംസ്ഥാന സെക്രട്ടറിയുടെ വീട് എം വി ഗോവിന്ദൻ, അതാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. പകരം നടന്നത് വീണയുടെ വീട്ടില്. വീണയുടെ വീട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു രീതി അനുസരിച്ച് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വീട്ടിലാണ് നിൽക്കാറുള്ളത്. അപ്പൊ സ്വാഭാവികമായി തന്നെ മുഹമ്മദ് റിയാസ് ആണല്ലോ അവരുടെ ഭർത്താവ്, അവരുടെ വീട്ടിലാണല്ലോ റെയ്ഡ് നടക്കേണ്ടത്. സ്വാഭാവികമാണ്. ഇപ്പം നമ്മുടെ ഒരു ഭാര്യ ഏതെങ്കിലും ഒരു കേസിൽ പെട്ടിട്ടുണ്ടോ, സ്വാഭാവികമായിട്ട് ഭർത്താവിന്റെ വീട്ടിലും റെയ്ഡ് നടക്കും, പിന്നെ ഭാര്യയുടെ വീട്ടിലും റെയ്ഡ് നടക്കും, സ്വാഭാവികം. ഇല്ലെങ്കിൽ പിന്നെ ഡൈവോഴ്സ് ആയിട്ട് രണ്ടു വഴിക്ക് നിൽക്കുന്നവരായിരിക്കണം. അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണ്. അപ്പൊ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടന്നു. അപ്പൊ ചോദിക്കുന്നു, എന്തിനാണ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടന്നത്? ഇത് വീണയുടെ വീടല്ലല്ലോ, വീണയുടെ ഭർത്താവല്ലേ മുഹമ്മദ് റിയാസ്, ഇവിടെയല്ലേ വീണ നിൽക്കുന്നത്, സ്വാഭാവികം ഇവിടെയല്ലേ റെയ്ഡ് നടത്തണ്ടേ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. പിന്നെ രണ്ടാമത് പിണറായി വിജയന്റെ വീട്ടിലും നടന്നു. എന്തിലായിരുന്നു? എക്സോലോജിക് കേസിലായിരുന്നു. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമേ ഉള്ളൂ. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കേസില്ല. ഇതിനകത്ത് കേസ് എന്ന് പറഞ്ഞാൽ എക്സാലോജിക് കമ്പനി എന്തിനാണ് കർത്താടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്? ഈ മണൽ കടത്തിന് എന്തിന് പണം വാങ്ങി? ഇപ്പൊ എക്സാലോജിക് ഒരു കമ്പനിയാണ്, ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ വന്നു കഴിഞ്ഞാൽ ആ 1 രൂപയ്ക്ക് കണക്ക് വേണ്ടേ? ധനുഷിന് അറിയാമല്ലോ, നമ്മൾ ബില്ലടിച്ചിട്ട് നമ്മൾ ബില്ലിന്റെ പുറകെയാണ് ഓടുന്നതും പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള നൂലാമാലം തലവേദന നമുക്കറിയാം. 1 രൂപ വന്നതിന്റെ ഇതൊരു കൗതുകകരമായിട്ടൊരു ചോദ്യമാണ്. ഇപ്പോ എക്സാലോജിക് കമ്പനി ചെയ്യാത്ത സേവനത്തിന് മാസാമാസം ഇത്ര രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ എക്സാലോജിക്കിലേക്ക് വന്നു. അത് കൊടുത്തത് കരിമണൽ കർത്തയാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. കരിമണൽ കർത്തയുടെ ഡയറിക്കകത്ത് ഈ പിണറായി വിജയന്റെ പേര് മാത്രമല്ല വേറെ പല ആൾക്കാർക്കും പൈസ കൊടുത്തു എന്നുള്ള രീതിയിലുള്ള പല വെളിപ്പെടുത്തലുകളും. പക്ഷേ അതൊന്നും കേസാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അയാൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഇത് ഇന്ന പാർട്ടിക്ക് സംഭാവനയായിട്ട് ഞാൻ കൊടുത്തതാണെന്ന്. അതിനകത്ത് ഒരു കമ്പനിക്ക് പൈസ കൊടുത്തത് എക്സാലോജിക്ക് മാത്രമാണ്. അപ്പൊ ഈ എക്സാലോജിക്കിന് ഈ പൈസ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം. അത് തെളിയിക്കണം. ഇതെന്തിനാണ് ഈ പൈസ വന്നത് എന്നുള്ള, എന്ത് സേവനമാണ് കൊടുത്തതെന്ന് തെളിയിക്കണം. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, സേവനത്തിനല്ല, ഞാനൊരു സമ്മാനമായിട്ടാണ് ഈ പൈസ കൊടുത്തത് എന്ന് കരിമണൽ കർത്തയ്ക്ക് പറഞ്ഞാൽ എന്താ പ്രശ്നം? സംഭാവന സ്വീകരിക്കാൻ കമ്പനിക്ക് പറ്റില്ല. അല്ല, സംഭാവനയല്ല, സമ്മാനമായിട്ടാണ്. എനിക്കൊരു ഇഷ്ടം തോന്നുന്നു, ഞാൻ പറയുന്നു ഇന്ന് 1 ലക്ഷം രൂപ ഇരിക്കട്ടെ, ചുമ്മാ എന്റെ ഒരു സന്തോഷത്തിന് അതെന്റെ പേഴ്സണൽ അക്കൗണ്ട് ഇടാം. അല്ല, അതെന്റെ പേഴ്സണൽ അക്കൗണ്ട് ഇടാം, കമ്പനി അക്കൗണ്ടിൽ പറ്റില്ല. കമ്പനി അക്കൗണ്ടിൽ നമ്മുടെ തുക തന്നെ നമ്മൾ കമ്പനി അക്കൗണ്ടിലേക്ക് ഇടുമ്പോൾ അതിന് ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത്, അതായത് കടമായിട്ടാണ് അതിന് കാണുന്നത്. ഞാൻ എന്റെ തുക നമ്മുടെ ഡയറക്ടർ ബോർഡിൽ ആ കമ്പനിയിൽ തന്നെ നമ്മൾ ഇടുകയാണെങ്കിൽ അതിനെ കടമെന്നാണ് പറയുന്നത്. അങ്ങനെ പോലും ഇടാൻ പറ്റില്ല. സമ്മാനം കമ്പനിക്ക് അത് ഇടാൻ പറ്റില്ലല്ലോ. കമ്പനി എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? സർവീസിങ്ങിനാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഇതൊന്നും വേണ്ടായിരുന്നു. മോട്ടിവേഷൻ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കർത്തയ്ക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി, സർവീസ് അതാണ്, ആ മോട്ടിവേഷൻ ആണ് തരുന്നത്. ഒറ്റ കാര്യം കാണിച്ചാൽ മതിയായിരുന്നു. അതിന്റെ GST, അതാണ് രാജീവ് മുമ്പ് പറഞ്ഞത്, GST അടച്ചാൽ പോരെയെന്ന് കമ്പനി വരുന്നത്. കറക്റ്റ് ആണ് ആ പറഞ്ഞത്. പക്ഷെ അതിന് കാരണം കാണിക്കണം. എന്താ ഇപ്പൊ പിടിച്ചു കഴിഞ്ഞിട്ടല്ല കാരണം കാണിക്കണം, നേരത്തെ തന്നെ കാരണം കാണിക്കണം. അപ്പൊ ഇതാണ് കഥ. എന്നിട്ട് അപ്പോഴും നടന്നില്ല. ഇല്ല, ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ ആ GSTയുടെ കാര്യമല്ല, ഇതിനകത്ത് വേറെയും ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇപ്പം 2 രീതിയിലാണ് നമ്മുടെ ഇവിടെ കള്ളപ്പണ ഇടപാട് നടക്കുന്നത്. ഈ ലിക്വിഡ് ക്യാഷ് ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലിക്വിഡ് ക്യാഷിലാണ് ഇപ്പോഴും കാര്യങ്ങളൊക്കെ കുരുമാരിപ്പെട്ട നടക്കുന്നത്. ഇപ്പൊ ഒരു സ്ഥല കച്ചവടം ആണെങ്കിലും 50 ലക്ഷം രൂപയുടെ സ്ഥലം കച്ചവടം ചെയ്ത് 25 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് കൊടുക്കും. കാരണം ബാങ്കിലിടാതെ ഇപ്പോൾ പ്രോപ്പർട്ടി ഓൺലൈൻ രജിസ്ട്രേഷൻ നടക്കത്തില്ല ഇപ്പം. അപ്പൊ 25 അതിനകത്ത് ഇട്ട് കൊടുക്കും, 25 കൊണ്ട് കൈ കൊടുക്കും.
കാരണം കൊടുക്കുന്നവനും കണക്കില്ല, മേടിക്കുന്നവനും അത് കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു വലിയ ശൃംഖലയാണ്. ഇപ്പൊ ഒരു വീണയോ ഇല്ലെങ്കിൽ ഒരു എക്സാലോജി കമ്പനിയോ മാത്രമല്ല ഇതില്. കേരളത്തിലെ ഇപ്പോൾ മന്ത്രിസഭയിലുള്ള 2 മന്ത്രിമാര് ഈ പണം വാങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ധനുഷ് പറയുന്ന പോയിന്റ് കറക്റ്റ് വരുന്നത്. സംഭാവന മേടിച്ചു എന്നുള്ളത്. 2 മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ, മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ മന്ത്രിമാരുണ്ട്, BJPയുടെ നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട് ഈ പൈസ. ഈ സംഭാവന എന്നാണ് അവിടെ പറയുന്നത്. സംഭാവന അവിടെ, അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു പോകും. പാർട്ടിയുടെ സംഭാവനയാണത്. അത് ഓക്കെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാ ബിസിനസ്സുകാരും കൊടുക്കുന്ന സംഭാവനയാണ്. പക്ഷെ ഇതല്ല, മാസം മാസമാണ് ഇത് വാങ്ങുന്നത്, മാസപ്പടിയാണ്. സംഭാവന മാസപ്പടി അല്ലല്ലോ. സംഭാവന നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സാധനം ഉണ്ടാകും, ഒരു സമ്മേളനം നടക്കുന്നു, ഇല്ലെങ്കിൽ പരിപാടി എന്തെങ്കിലും നടക്കുന്നു, ഇല്ലെങ്കിൽ പാർട്ടിയുടെ ഫണ്ട് അതിന് നമ്മൾ കൊടുക്കുന്നു. ഇത് മാസപ്പടിയാണ്. അതായത് ഈ പിന്നെ മണിച്ചന്റെ ഒക്കെ ഡയറി പോലെ ഒരു മാസപ്പടി ഡയറിയാണ്. ഇത്ര രൂപ വെച്ച് ഞങ്ങൾ മാസം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനൊരു കണക്ക് കാണിക്കണം. അപ്പൊ ഇത്ര രൂപ മാസം വന്നല്ലോ. ഇപ്പൊ നമുക്കറിയാം എത്ര ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ നമ്മളത് ടാക്സ് പേ ചെയ്തേ പറ്റൂ. 12 ലക്ഷം വരെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ടാക്സ് നമ്മൾ പേ ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു നിയമം വന്നിരിക്കുന്നത്. അപ്പം ഈ ടാക്സ് പേ ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ഈ ബില്ലടിക്കുക, അതായത് നമ്മുടെ ഒരു കമ്പനിയുടെ ഇതിലാണെങ്കിൽ നമ്മുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഒരു നിയമം തന്നെയാണല്ലോ. ബില്ല് അടിക്കുമ്പോൾ എന്താണ്, GST ഉൾപ്പെടെയാണ് നമ്മൾ ബില്ല് അടിക്കുന്നത്. ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അതിന്റെ കാരണങ്ങൾ അതിൽ കൊടുക്കുമല്ലോ, എന്ത് സർവീസാണ് കൊടുത്തതെന്ന് ആ ബില്ലിൽ നമ്മൾ വ്യക്തമായിട്ട് തന്നെ എഴുതുന്നുണ്ടല്ലോ. ബില്ല് എന്തായാലും പോകണമല്ലോ സ്വാഭാവികമായി തന്നെ. അപ്പൊ സ്വാഭാവികം, കാരണം ഇതിപ്പോ എനിക്ക് ഒരു IT ഫേമാണ്. ഇത് വേണമെങ്കിൽ അവർക്ക് ആ രീതിയിൽ പറയാമായിരുന്നു, അവർ അങ്ങനത്തെ ഒരു സർവീസ് കൊടുക്കുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സർവീസ് ഇല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അത് മാത്രമല്ല, ഇലീഗലായിട്ട് തന്നെ ഇതിനകത്ത് പലരും പണം വാങ്ങി, ഇത് ഒരു സൈഡ് മാത്രമേ ആകുന്നുള്ളൂ. ഇതിന്റെ ഒരു ചെറിയ കണ്ണി മാത്രം. ഇതിന്റെ അന്വേഷണം നീണ്ടുപോവാണ്. കേരളത്തിൽ ഉൾപ്പെട്ട ഒരുമാതിരിപ്പെട്ട സഖാക്കളൊക്കെ ഈ വലയ്ക്കാതെ കുരുന്നു. കാരണം ഈ മാസപ്പടി മേടിച്ച ഒരുപാട് കേസുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ ED ഇപ്പൊ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി EDയോട് പറഞ്ഞു നിങ്ങൾക്ക് അന്വേഷണം തുടരാം, മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവര് അന്വേഷണം തുടങ്ങിയത്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് എടുത്ത കേസല്ല ഇത്. അവരിതിന്റെ അന്വേഷണം നേരത്തെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതിനെതിരെ കോടതിയിൽ പോയി ഇവർക്ക് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്, കാരണം വേറൊരു ഏജൻസി അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു, കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു EDക്ക് അന്വേഷണം തുടരാമെന്ന്. ആ സമയം നോക്കി ED വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സമാനമായ ഒരു കേസ് ഇവിടെ കിടക്കുന്നുണ്ട്, ദില്ലി ഹൈക്കോടതിയിലും കിടക്കുന്നുണ്ട്. അപ്പൊ ED വന്നത് എന്തുകൊണ്ടാണ്? കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ED വന്നത്. ഇല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഇവിടെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമുണ്ട്, മോദി എന്തുകൊണ്ടാണ് പിണറായിയെ പിടിക്കാത്തത്? ഇത് സിനിമ പോലെ അല്ലെങ്കിൽ കള്ളനും പോലീസും കളിയല്ലല്ലോ, ഇത് നിയമമില്ലേ? ഇത് മുമ്പ് ED ഇതിപ്പോ ED റെയ്ഡ് ചെയ്താലും പിണറായിയെ പിടിക്കുമോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇതൊരു ഘട്ടമാണ്, അന്വേഷണ ഘട്ടമാണ് ഇത്. ഈ റെയ്ഡ് എന്ന് പറയുന്ന സാധനം ഇവിടെ വന്ന് ഇനി ഇതിന്റെ തെളിവുകളും മറ്റുമൊക്കെ ശേഖരിച്ച് ഈ തെളിവുകൾ ഒത്തുനോക്കി ഇതെല്ലാം തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നോക്കി എന്തായാലും 2-3 ദിവസത്തേക്ക് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് വിരുന്നായിട്ടുണ്ട്. കാരണം ചുമ്മാതൊക്കെ എഴുതി വിടാം, അവിടുന്ന് 2 പേപ്പർ കൊണ്ടുപോയി അതിനകത്ത് ഇന്ന കാര്യങ്ങളായിരുന്നു, ഇല്ലെങ്കിൽ മറ്റേ കാര്യം വേണമെങ്കിൽ നമുക്ക് എഴുതി വിടാം. കാരണം നമുക്കറിയില്ലല്ലോ. സാധാരണ ED ഓഫീസിൽ പോയി ചോദിക്കുമോ, മനോരമ ഇല്ലെങ്കിൽ മാതൃഭൂമി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഏഷ്യാനെറ്റ് പറഞ്ഞു ഇങ്ങനെ ഒരു പേപ്പർ നിങ്ങളതിലുണ്ട്, ശരിയാണോ? അന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ റെയ്ഡ് എന്ന് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ഇവിടെ സഖാക്കൾ കാണിച്ചൊരു വൃത്തികേട് എന്ന് എനിക്ക് തോന്നിയത്, ഇപ്പൊ ഈ സമരം ചെയ്യുന്നതാണ്. ഈ പിണറായിയുടെ ഒക്കെ വീടിന് മുമ്പിൽ കിടന്ന് ബഹളം വെക്കുമ്പോൾ ചാനലുകാരുണ്ട് ഇപ്പം, അവർ ഫുൾ ടൈം ഇന്ന് മഴയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ഇത് മുഴുവൻ ലൈവ് പോകും. അപ്പൊ ഇന്നത്തെ ദിവസം മുഴുവൻ പിണറായിയെ ഏറിൽ നിർത്താൻ സഖാക്കൾ ആസൂത്രിതമായിട്ടാണോ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം രാവിലെ നമ്മൾ കാണുന്ന വാർത്ത ഈ പിണറായിയുടെ റെയ്ഡാണ്. ഇത് രാത്രി വരെ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പിണറായിയുടെ വീട്ടിൽ ഇതിനൊക്കെയുള്ള പ്രതിഷേധങ്ങൾ, കൈകുട്ടിക്കളി, സംഘർഷം ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തും വൈകുന്നേരം വരെ ചാനലിൽ പിണറായിയും വീണയും നിറഞ്ഞു നിൽക്കും. അങ്ങനെ നിർത്താനായിട്ടുള്ള ഒരു സംഘടിതമായ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ സഖാക്കൾ തന്നെ ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഏതായാലും അത് അതിൻ്റെതായ വഴിക്ക് മുമ്പോട്ട് നമ്മളിത് കണ്ടിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ അവന്മാർ കൂടുതലായിട്ട് കിട്ടുന്ന വലിയ ബഹളമൊക്കെ പണ്ട് വെക്കുമായിരുന്നു. അപ്പം കൂടുതൽ സന്നാഹത്തോടെ വന്നിട്ട് അവർ റെയ്ഡ് ചെയ്ത് പോകുന്ന ഒരു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്മ്യൂണിസത്തിന്റെ അവസാന നാളുകളിൽ കണ്ടുവരുന്ന ചില പ്രതിഭാസം നമ്മൾ പറയത്തില്ലേ, ഈ ചില രോഗങ്ങളുടെയൊക്കെ ഒരു ചില മനുഷ്യരൊക്കെ മരിക്കുന്നതിന് അവസാനം മുമ്പ് ചില സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങും എന്ന് പറയത്തില്ലേ. പഴയ ആൾക്കാർ പറയും ഇങ്ങനെയൊക്കെ ശരീരത്തിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വരും, ചില ചുളിവുകൾ വരും, ചില പാടുകൾ വരും, ചില നിറങ്ങൾ വരും. അങ്ങനെ കമ്മ്യൂണിസം ലോകത്തെല്ലായിടത്തും തകരുന്നതിന്റെ ഒരു അവസാന ഘട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ഈ നേതാക്കന്മാരുടെ റെയ്ഡ്, ഈ നേതാക്കന്മാരുടെ വീട്ടിലെ ആഡംബരങ്ങൾ, അവരുടെ അഴിമതി കഥകൾ, അവരുടെ സ്വത്തുക്കൾ, ഇതൊക്കെ അവരെ താങ്ങി നിന്നുകൊണ്ടിരുന്ന താഴെത്തട്ടിലുള്ള സഖാക്കളുടെ മുമ്പിലേക്ക് പതുക്കെ പതുക്കെ എത്തും. ഇത് എത്താത്തതല്ല, അവർക്കെല്ലാം അറിയാം, ഒന്നുകൂടി വ്യക്തമാകും. സാധാരണ അറിയാൻ മേലാത്ത കാര്യങ്ങളുടെ അവർക്കൂടെ വ്യക്തമാകും.
വളരെ രസകരമായ കാര്യം, ഈ പ്രതിഷേധത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒറ്റ യുവാക്കളും അതിലില്ലായിരുന്നു. എല്ലാം നല്ല പിണറായിയുടെ അത്രയും തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിണറായി കണക്കൊരു സ്ഥലത്ത് ഇല്ലെങ്കിൽ പിണറായിയുടെ വീട് നിൽക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ സഖാക്കൾ ഒരുപാടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് അത്രയും വലിയ ജനക്കൂട്ടമൊന്നും കൂടിയിട്ടില്ല. വളരെ കുറച്ച് സഖാക്കൾ വന്നിട്ടാണ് അവിടെ ഒരു പരിപാടി നടക്കുന്നത്. ഇന്നലെ അതിലും വിചിത്രമായ ഒരു സംഭവം നടന്നു. ഇടുക്കിയില് SP ഓഫീസിലേക്ക് SFI ആയിട്ട് മാർച്ച് വെച്ചു. പോലീസുകാർ രാവിലെ ഒന്ന് ബാരിക്കേഡൊക്കെ കെട്ടി മാർച്ച് നോക്കിയിരിക്കുക. ഒരു പിള്ളേരും ഇല്ല. മാർച്ച് മാറ്റി വെച്ചു. മാർച്ച് ഇല്ലായിരുന്നു, പിള്ളേരില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ കുഴിച്ച കുഴി. കാരണം ഇനിയിപ്പോ കമ്മ്യൂണിസത്തിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം ഒരു സഖാവിന് ചിന്തിച്ച് തുടങ്ങിയാൽ ഉത്തരവില്ല. നരേന്ദ്രമോദി വന്ന ശേഷം ഇന്ത്യ ക്യാപിറ്റലിസത്തിലോട്ട് ഭയങ്കരമായിട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും നല്ല രീതിയിലുള്ള ക്യാപിറ്റലിസമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു സാധനം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചിരിക്കണമെങ്കിൽ ഇവര് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയാണ്. കാരണം എല്ലാ മുതലാളിമാരെയും താൽവലിച്ച് കൃത്യമായിട്ട് ഇവിടെ ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ്, ഇപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പേര് മാത്രമല്ലേ ഉള്ളൂ കമ്മ്യൂണിസം, അതുപോലെ ആകണം എന്നുള്ളതാണ്. പക്ഷെ പിണറായി വിജയൻ ഇരുന്ന കാലത്ത് ഇയാൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നോർത്ത് കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയാണ് ആക്കിയത്. കാരണം ഇയാൾ ഒരു ഏകാധിപതിയായിട്ട് ഭരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനല്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കണക്ക് തന്നെയാണ് പ്രവർത്തിച്ചത്. യാതൊരു ഡൗട്ടില്ല. 10 വർഷം. പക്ഷെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പ്രവർത്തിച്ചു. ധനുഷ് പറഞ്ഞ മുതലാളിമാരെ താലോലിക്കുക മാത്രമല്ല അവർ ചെയ്തത്, മുതലാളിമാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി അവരെ ഡെവലപ്പ് ചെയ്യുകയും കൂടെ. ഇവിടെ അതല്ല ചെയ്തത്. ഇവിടെ മുതലാളിമാരെ താലോലിക്കുകയും അവരുടെ പോക്കറ്റിൽ കൈ ഇട്ടിട്ട് അവരുടെ പോക്കറ്റ് അടിക്കുകയായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇടക്കിടക്ക് ഓരോ പ്രവാസി സംഗമം വെക്കും. ഈ പാവങ്ങളെല്ലാം ഇവിടെ വരും. അവന്മാരെ പോയി വലിയൊരു തുക. മുതലാളിമാരെ ലാളിക്കാനും താലോലിക്കാനും ഒട്ടും പിന്നിലല്ലായിരുന്നു പിണറായി സർക്കാർ. 10 വർഷം അവരെല്ലാ മുതലാളിമാരെ നന്നായി ലാളിച്ചിട്ടുണ്ട്. ആ മുതലാളിമാരൊക്കെ ജീവനും കൊണ്ട് വരക്കമ്പായിയായിരുന്നു ചെയ്തത്. പിന്നീട് അവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുത്തില്ല. അതാണ് ഈ കമ്മ്യൂണിസം ആ കമ്മ്യൂണിസം നമ്മൾ വ്യത്യാസം. ഇനി ഈ കമ്മ്യൂണിസത്തിന് ഒരു തിരിച്ചുവരവ് വലിയ പാടാണ്, പ്രയാസകരമാണ്. കാരണം കാലഹരണപ്പെട്ടൊരു പ്രത്യാശാസ്ത്രം, കാലഹരണപ്പെട്ട ഐഡിയോളജികൾ, കാലഹരണപ്പെട്ട സമരപ്രക്രിയകൾ, പ്രക്ഷോഭങ്ങൾ, ഇതിനി അവർക്ക് മുമ്പോട്ട് പോകാം. കാരണം അവരിപ്പോൾ പറയുന്ന ഓരോ വഴികളും ഇന്ന് നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വകുപ്പായി മാറിയിരുന്നു. കമ്മ്യൂണിസത്തിന്റെ അവസാന ഘട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റുകളുടെ അവസാനം ഇങ്ങനെയാണ്. അവരൊരു കോമഡി കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ് ലോകത്ത് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അതായത് ഇവിടെയും ആ രീതിയിൽ തന്നെയാണ്. കാരണം കാർട്ടൂണിസ്റ്റുകളുടെ ഒരു ഇഷ്ട കഥാപാത്രങ്ങളായിരുന്നു ഒരു കമ്മ്യൂണിസം തകർന്നു തുടങ്ങിയപ്പോൾ ലോകത്തെമ്പാടും ഉള്ള മാധ്യമങ്ങളിൽ. അന്ന് കാർട്ടൂൺ വലിയ പ്രാധാന്യം ഉള്ള കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ ആ കാർട്ടൂണിന്റെ സ്ഥാനത്തൊക്കെ മീമുകളൊക്കെ ഇപ്പൊ പുതിയ ആധുനിക കാലത്ത് വരുന്നു. പണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളായിരുന്നു. അത് കമ്മ്യൂണിസം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അവർ തകർച്ച വന്നു കഴിയുമ്പോഴത്തേന് ഇവർ പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ തമാശകളായിരിക്കും ഒരുപാടായിട്ട് വരുന്നത്. അത് കൃത്യമായി തന്നെ സന്ദേശം എന്ന് പറയുന്നത് സിനിമ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-25 വർഷം മുമ്പ് തന്നെ കൃത്യമായി നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിട്ടുണ്ട് കമ്മ്യൂണിസം എന്താണ്. ശരിക്കും അതാണ് ഇപ്പോൾ ഇതിപ്പോ റിയൽ അനുഭവിക്കുന്നു. അത് സിനിമയായിരുന്നു, റിയലായിരുന്നു. ഇതിപ്പോ കൃത്യമായി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോവിന്ദൻ വന്നൊരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് മരിക്കുകയാണ് മനുഷ്യൻ. അവർ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി ആണെന്ന് ആലോചിക്കണം. പണ്ട് ആ സ്റ്റേറ്റ് സെക്രട്ടറിയിൽ കോടിയേരി ഇരുന്നിട്ടുണ്ട്, പിണറായി ഇരുന്നിട്ട് എത്രയോ പേര് ഇരുന്നിട്ടുള്ളതാണ്. അവിടെ ഒന്നും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇത് പോയി, അവരെ കുറിച്ചുള്ള ഭയം പോയിരിക്കുന്നു. അവരിത് ഒന്നിനും കൊള്ളാത്തവരാണെന്നും വൃത്തികെട്ടവന്മാരാണെന്നും അഴിമതിക്കാരാണെന്നും അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ചിന്തകൾ ഉയർന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം KK രാഗേഷ് പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം അത് പറഞ്ഞ എന്താണ്, ഹിന്ദുക്കൾ പതുക്കെ മതം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക്. അതായത് കൂടെയുള്ള സഖാക്കളെയാണ് പുള്ളി ഹിന്ദു എന്ന് പറഞ്ഞത്, അല്ലാതെ മൊത്തത്തിലുള്ള ഹിന്ദുവിനെ ആയ പുള്ളി പറഞ്ഞത്. കൂടെയുള്ള സഖാക്കൾ പോലും തിരിഞ്ഞു നിൽക്കാൻ. കാരണം ഇവർ ചെയ്തു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ ചവിട്ടി നിന്ന ഹിന്ദു എന്ന് പറയുന്ന മണ്ണിലാണ് അവർ അന്നും ഇന്നും ഇപ്പോഴും നിൽക്കുന്നത്. ഈ 35 മണ്ഡലങ്ങളും ഹിന്ദുവിന്റെ വോട്ട് കൊണ്ട് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ആ ഹിന്ദുവിനെ ചവിട്ടി പതിക്കുകയും അവന്റെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ് ഇവര്. എന്നിട്ടും ആ ഹിന്ദു ഇവരുടെ ഒപ്പം നിന്നു. എന്നിട്ട് ബാക്കി ഇവർ മുമ്പോട്ട് പോയവരൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള അവരിവരെ തള്ളിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, ആ ഹിന്ദുവിനെ തിരിച്ചു പിടിക്കാൻ വരുമ്പോൾ ആ ഹിന്ദു പറയുന്നത് ഇത്രയും നാള് നിങ്ങൾ ഞങ്ങളെ ചവിട്ടി മെതിക്കുകയായിരുന്നു, ഇനി നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഇല്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പാർട്ടിക്കകത്തുള്ള ഹിന്ദുക്കൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ പാർട്ടിക്ക് ഒരു സ്കോപ്പ് ഈ രാജ്യത്തില്ല, കേരളത്തിൽ ഒട്ടുമില്ല. എനിക്ക് തോന്നുന്നില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ധനുഷ് നോക്കി ഒരൊറ്റ സീറ്റ് CPM കേരളത്തിൽ നിന്ന് കിട്ടത്തില്ല. ഒന്നെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് ഒരു സീറ്റും കിട്ടുന്നില്ല. ഒരു സീറ്റ് കിട്ടുന്നുണ്ട്, 19 സീറ്റ് UDF എപ്പോഴും. അതെ, അല്ല ഇനി വരാൻ പോകുന്ന 0 വരും. BJPക്ക് സീറ്റ് കിട്ടുകയും ചെയ്യും. BJP വേഴ്സസ് കോൺഗ്രസ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരും. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റൊക്കെ CPM കിട്ടും. പക്ഷെ ഒരു മടങ്ങിവരവ് അസാധ്യമായിരിക്കും. ഇനിയുള്ളൊരു പ്രതിപക്ഷം കേരളത്തിൽ ഒരുപക്ഷെ BJP ആയിരിക്കും 5 വർഷം കഴിയും.